അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഒരു നല്ല മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളാണ്. എല്ലാവർക്കും ഒരേ കഴിവ് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടില്ല. ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന സഅയക്കും ലശത്ത, എല്ലാവരുടെ പരിശ്രമങ്ങളും വ്യത്യസ്തമാണ്. ഓരോരുത്തരും ചെയ്യുന്നത് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും. എന്നാൽ ആ കാര്യങ്ങളൊക്കെ നന്മയായി കാണാൻ, നല്ലതായി കാണാൻ കഴിയുന്ന മനസ്സുകൾക്ക് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നല്ല നേതാവിൻ്റെ ഗുണം ആളുകളെ പരിഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു നല്ല അധ്യാപകൻ്റെ ഗുണം വിദ്യാർത്ഥിയെ പരിഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു നല്ല മാതാപിതാക്കളുടെ ഗുണം അവരുടെ മക്കളെ പരിഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു നല്ല മാനേജറുടെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്ഥാപനത്തിൻ്റെ മേലാധികാരിക്ക് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ പരിഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഉത്തമമായ ഗുണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ പഠിക്കുക എന്നുള്ള യഥാർത്ഥ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഗുണം വിശ്വാസികളെല്ലാവരിലും ഉണ്ടാകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നതായി ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും വലതുഭാഗത്തിരിക്കുന്ന കുട്ടികൾ ഇടതുഭാഗത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാൾ ശ്രേഷ്ഠരായ ആളുകളില്ലാതിരുന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള ശ്രേഷ്ഠരായ അതിപ്രഗത്ഭരായ ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും വലതുഭാഗത്തിനെ മുന്തിച്ച് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പരിഗണന നൽകിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിഭവങ്ങൾ വിതരണം ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് സന്ദർഭങ്ങളിലും ഏതവസരങ്ങളിലാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും പരിഗണന ആഗ്രഹിക്കുന്നവരായിരിക്കും. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളും ആണെങ്കിലും ഓരോ പ്രായത്തിനനുസരിച്ചും അവർക്ക് അവരുടേതായ പ്രായത്തിനനുസരിച്ചുള്ള പരിഗണന നൽകേണ്ടത് അതാത് കാലഘട്ടത്തിലുള്ള ആളുകളുടെയും നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിലും അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലവരായ മുത്തഖികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.